Hi, കമ്പനിയുടെ യൂണിറ്റ് 17 ഡിവിഡൻഡ് ഷെയർ ഹോൾഡേഴ്സ് നമ്മൾ കമ്പനിയിലോട്ട് കൊടുക്കുന്ന എമൗണ്ടിന് പൈസയ്ക്ക് അവർക്കൊരു റിട്ടേൺ എന്നുള്ള രീതിയിലാണ് കമ്പനീസ് ഡിവിഡൻഡ് പേ ചെയ്യാറ് ഷെയർ ഹോൾഡേഴ്സിന്. അപ്പോൾ ഡിവിഡൻഡിനെ കുറിച്ചാണ് നമ്മൾ യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്നത്. Divisible profits are profits available for distribution. The profit available for dividend means profit which the director considers should be distributed after making provisions for past present transfer or reserves or for other purposes. ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവിസിബിൾ പ്രോഫിറ്റിൻ്റെ പോർഷനാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് ഫുൾ ഡിവിസിബിൾ പ്രോഫിറ്റും കൂടെ കൂടുന്നതാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് പറയുമ്പോഴത്തേന് ഈ പ്രോഫിറ്റിന് നമുക്ക് കൊടുക്കേണ്ട, നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട പാസ്റ്റ് ലോസസ് എല്ലാം നമ്മൾ റൈറ്റ് ഓഫ് ചെയ്തതിന് ശേഷം, അങ്ങനെ റൈറ്റ് ഓഫ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും റൈറ്റ് ഓഫ് ചെയ്തതിന് ശേഷം അതിനുള്ള പ്രൊവിഷൻസും റിസർവ്സും എല്ലാം ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ബാക്കി നമുക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ടോ, നമുക്ക് ബാക്കി ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് എത്ര പ്രോഫിറ്റ് ഉണ്ടോ ബാക്കി, അതിനാണ് നമ്മൾ ഡിവിസിബിൾ പ്രോഫിറ്റ്സ് എന്ന് പറയാം. ഇതിനകത്ത് ഈ ഡിവിസിബിൾ പ്രോഫിറ്റ്സ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡിവിഡൻഡ് പേ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമുക്ക് എങ്ങനെയാണോ നമുക്ക് അതായത് ബോർഡിൻ്റെയും തീരുമാനം കമ്പനിയുടെയും ഇതിനനുസരിച്ച് അതിൻ്റെ പൊസിഷൻ അനുസരിച്ചാണ് ഡിവിഡൻഡ് പേ ചെയ്യുന്നത്. ഈ ഡിവിസിബിൾ പ്രോഫിറ്റാണ് നമ്മൾ ഡിവിഡൻഡായിട്ട് പേ ചെയ്യുക. Meaning of the dividend. The word dividend has not been defined in the Act. Section 2 subsection 35 says dividend includes any interim dividend. ഡിവിഡൻഡിൻ്റെ ആക്ടിൽ, അതായത് കമ്പനീസ് ആക്ടിൽ സ്പെസിഫൈ ചെയ്തിട്ടൊന്നും ഡിഫൈൻ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ ഇൻട്രീം ഡിവിഡൻഡിനെയാണ് ഇൻട്രീം ഡിവിഡൻഡ് ഡിവിഡൻഡായിട്ട് കൂട്ടുന്നുള്ളത് മാത്രം സെക്ഷൻ 2 സബ്സെക്ഷൻ 35 പറഞ്ഞിട്ടുണ്ട്. As applied to a company which is the going concern, it ordinarily means the portion of the profit of the company which is allocated to holders of the shares in the company. പക്ഷേ ജനറലായിട്ട് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയിലാണെങ്കിൽ ഗോയിങ് കൺസേൺ ആയിട്ടുള്ള ഒരു കമ്പനിയുടെ രീതിയിൽ ഒരു കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ ഒരു പോർഷനാണ്, ഷെയർ ഹോൾഡേഴ്സിന് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്ന പ്രോഫിറ്റിൻ്റെ പോർഷനാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ബോണസ് ഷെയർസ് നമ്മൾ ഡിവിഡൻഡായിട്ട് കൺസിഡർ ചെയ്യില്ല. അടുത്ത പ്രൊവിഷൻ റിലേറ്റിംഗ് ടു ഡിവിഡൻഡ്. ഫസ്റ്റ്, എ കമ്പനി മേ ഇഫ് സോ ഓതറൈസ്ഡ് ബൈ ഇറ്റ്സ് ആർട്ടിക്കിൾസ് മേ പേ ഡിവിഡൻഡ് ഇൻ പ്രൊപ്പോർഷൻ ടു ദി എമൗണ്ട് പെയ്ഡ് അപ്പോൺ ഈച്ച് ഷെയർസ്. കമ്പനിക്ക് വേണമെങ്കിൽ അവർ ആർട്ടിക്കിൾസ് ഓതറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷെയർസിൻ്റെ പെയ്ഡപ്പ് എമൗണ്ടിൻ്റെ പ്രൊപ്പോർഷനിൽ ഡിവിഡൻഡ് പേ ചെയ്യാവുന്നതാണ്. രണ്ടാമത്, ദി എമൗണ്ട് ഓഫ് ഡിവിഡൻഡ് ഇൻക്ലൂഡിംഗ് ഇൻട്രീം ഡിവിഡൻഡ് ഷാൽ ബി ഡെപ്പോസിറ്റ് ഇൻ ദ ഷെഡ്യൂൾഡ് ബാങ്ക് ഇൻ സെപ്പറേറ്റ് അക്കൗണ്ട് വിത്തിൻ 5 days ഫ്രം ദി ഡേറ്റ് ഓഫ് ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻഡ്. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് വിത്തിൻ 5 days തന്നെ പേ ചെയ്യാനുള്ള ഡിവിഡൻഡിൻ്റെ എമൗണ്ട് ഒരു ഷെഡ്യൂൾഡ് ബാങ്കിൽ സെപ്പറേറ്റ് അക്കൗണ്ട് ഫോം ചെയ്ത് അതിനകത്ത് വേണം ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവാൻ. The dividend shall be paid to registered shareholders only or to his order or to his banker. No dividend shall be payable except in cash. Any dividend payable in cash may be paid by check or warrant or any other electronic mode. ഡിവിഡൻഡ് ക്യാഷിൽ തന്നെ ആയിരിക്കണം പേ ചെയ്യേണ്ടത്. അത് വേണമെങ്കിൽ ചെക്കായിട്ടോ വാറൻ്റായിട്ടോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മോഡിൽ വേണമെങ്കിലും ക്യാഷ് പേ ചെയ്യാനായിട്ട് പറ്റും. അതേമാതിരി രജിസ്റ്റേർഡ് ഷെയർ ഹോൾഡേഴ്സിനോ അല്ലെങ്കിൽ അയാളുടെ ഓർഡറിൽ ഒരു ബാങ്കിനോ വേണ്ടിയിട്ട് മാത്രമേ ഡിവിഡൻഡ് പേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. In case of preference shares, dividend is always paid at a fixed rate. Preference shares എപ്പോഴും ഫിക്സ്ഡ് റേറ്റിലായിരിക്കും ഡിവിഡൻഡ് പേ ചെയ്യാം. Now dividend can be paid if the provisions under section 73 and 76 related to acceptance of public deposit are not complied with. സെക്ഷൻ 73 76 പറഞ്ഞിട്ടുള്ള പ്രൊവിഷൻസ് അനുസരിച്ച് ഫോളോ ചെയ്തിട്ടല്ല പബ്ലിക് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഡിവിഡൻഡ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. The dividend not paid within 30 days from declaration date shall be transferred to unpaid dividend account. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ട് 30 days ഡിവിഡൻഡ് ക്ലെയിം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അടുത്തത് സോഴ്സസ് ഓഫ് ഡിവിഡൻഡ്. ഏതൊക്കെ ആണ് ഡിവിഡൻഡ് പേ ചെയ്യാനുള്ള നമ്മുടെ മണിയുടെ സോഴ്സ്, കമ്പനിക്കുള്ള മണിയുടെ സോഴ്സ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ് ഓഫ് കറണ്ട് ഫിനാൻഷ്യൽ ഇയർ ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ഡിപ്രീസിയേഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ of schedule 2. കറണ്ട് ഇയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലുള്ള ഇതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കുന്ന നമ്മൾ പ്രോഫിറ്റ്, അതിൽ നിന്നാണ് ഡിപ്രീസിയേഷൻ എല്ലാം കുറച്ചതിന് ശേഷം നമുക്കുണ്ടാവുന്ന പ്രോഫിറ്റ് നിന്നാണ് നമ്മൾ ഡിവിഡൻഡ് പേ ചെയ്യുക അക്കോർഡൻസ് വിത്ത് പ്രൊവിഷൻസ് ഓഫ് ഷെഡ്യൂൾ 2. And out of profits of any previous financial year or years arrived at after providing for depreciation as per schedule 2 and remaining undistributed out of reserves. ഇതിന് മുമ്പത്തെ ഫിനാൻഷ്യൽ ഇയറിലുള്ള പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാത്ത പ്രോഫിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഡിവിഡൻഡ് പേ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം.
out of both 1 and 2, but in computing profits any amount representing unrealized gain, notional gains or revaluation of assets, or any change in the carrying amount of an asset or a liability on measurement of that asset or liability at fair value will be excluded. ഈ പറഞ്ഞിട്ടുള്ള നമ്മൾ കറണ്ട് ഇയർ പ്രോഫിറ്റ്, പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയർ പ്രോഫിറ്റ് നമ്മൾ പറഞ്ഞു. ആ പ്രോഫിറ്റ് നമ്മൾ കാണുമ്പം അതിൻ്റെ കൂടെ നമ്മൾ അൺറിയലൈസ്ഡ് ഗെയിന്, നോഷണൽ ഗെയിൻസ്, അസറ്റ് റീവാല്യൂ ചെയ്യുമ്പോൾ കിട്ടുന്ന ഗെയിന്, അതേമാതിരി അസറ്റ് അല്ലെങ്കിൽ ലയബിലിറ്റി ക്യാരി ഓൺ ചെയ്യുന്നതിൻ്റെ ക്യാരിയിങ് എമൗണ്ട്, ഇതൊന്ന് പ്രോപ്പർ അതനുസരിച്ചിട്ട് വേണം. ഇങ്ങനെ പറയുന്ന ഗെയിനൊന്നും കൂട്ടാത്തത് വേണം. ആ കൂട്ടാത്ത പ്രോഫിറ്റിൽ നിന്ന് വേണം നമ്മൾ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട്. അതായത് ഇപ്പം റിവാലുവേഷൻ്റെ സമയത്ത് അസറ്റിൻ്റെ വാല്യൂ കൂടുമ്പോൾ അത് ആ ഗെയിനൊന്നും നമ്മൾ ഈ ഡിവിഡൻഡ് കൊടുക്കാനുള്ള പ്രോഫിറ്റിൻ്റെ കൂടെ കൂട്ടാനായിട്ട് പാടില്ല. Out of the money provided by central or state government for payment of dividend by the company in pursuance of a guarantee given by the government. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് പേ ചെയ്യും ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടി കമ്പനിക്ക് പേ ചെയ്യുന്ന മണിയിൽ നിന്ന് വേണമെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കാം. അവർ ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ തരുന്ന മണിയിൽ നിന്നും വേണമെങ്കിൽ കമ്പനിക്ക് ഡിവിഡൻഡ് കൊടുക്കാവുന്നതാണ്. Provided the company may, before declaration of dividend in any financial asset, may consider appropriate transfer such percentage of its profits to the reserves. അങ്ങനെ സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് പറയുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, പക്ഷേ അതിന് മുമ്പ് തന്നെ കമ്പനി എന്ത് ചെയ്യണം, എത്ര ഡിവിഡൻ്റ് ആണോ പേ ചെയ്യാനുള്ളത് അത്രയും എമൗണ്ട് അതിൻ്റെ പ്രോഫിറ്റ് റിസർവ്സിലോട്ട്, അത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റ് റിസർവ്സിലോട്ട് അതിന് മുമ്പേ തന്നെ ട്രാൻസ്ഫർ ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. Provided due to inadequate or absence of profits in any financial year, any company proposes to declare dividend out of accumulated profits earned by it in previous years and transferred by company to the free reserve. Such declaration shall be made according to the rules framed by the central government. In case ഒരു വർഷം ഇപ്പോൾ ഡിവിഡൻഡ് പേ ചെയ്യാനുള്ള പ്രോഫിറ്റ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് ഉണ്ടായിട്ടുള്ള അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സിൽ നിന്നോ അതല്ലെങ്കിൽ എന്തെങ്കിലും മുമ്പ് ട്രാൻസ്ഫർ ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രീ റിസർവ്സിൽ നിന്നോ കമ്പനിക്ക് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാവുന്നതാണ്. പക്ഷേ അതിന് സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അടുത്തത് ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻഡ്. നോ ഡിവിഡൻഡ് ഷാൽ ബി ഡിക്ലെയർഡ് ഓർ പെയ്ഡ് ബൈ കമ്പനി ഫ്രം ഇസ് റിസർവ്സ് അതർ ദാൻ ഫ്രീ റിസർവ്. ഫ്രീ റിസർവ് അല്ലാതെ വേറൊരു റിസർവിൽ നിന്നും കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാനോ പേ ചെയ്യാനോ പാടില്ല. A company shall not declare dividend unless carried over previous losses and depreciation not provided in previous year or previous as set off against profits of the company of the current year. പ്രീവിയസ് ഇയറിലുള്ള എന്തെങ്കിലും പ്രോഫിറ്റോ ലോസസോ പ്രീവിയസ് ഇയേഴ്സ് ലോസസോ ഡിപ്രീസിയേഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സെറ്റ് ഓഫ് ചെയ്തതിന് ശേഷമുള്ള പ്രോഫിറ്റിൽ നിന്ന് മാത്രമേ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാനോ പേ ചെയ്യാനോ പാടുള്ളൂ. എ കമ്പനി വിച്ച് ഫെയിൽസ് ടു കംപ്ലൈ വിത്ത് പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 73 and 74 shall not, as long as such failure continues, declare a dividend in its equity shares. അതായത് എന്തെങ്കിലും പബ്ലിക് ഡെപ്പോസിറ്റ്സിൻ്റെ ലോണിൻ്റെ അക്സെപ്റ്റൻസോ റീപേയ്മെൻറ്റിന് എന്തെങ്കിലും ഡിഫോൾട്ട് എന്തെങ്കിലും ഫെയിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കമ്പനി ഡിവിഡൻഡ് ഇക്വിറ്റി ഷെയർസിന് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാനോ പേ ചെയ്യാനോ പാടില്ല. ഇൻ കേസ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് under section 43 subsection A, payment of dividend either a fixed amount or an amount calculated at a fixed rate which may either be free or subject to income tax be paid before equity shares. ഇൻകം ടാക്സിൻ്റെ അണ്ടറിൽ വരുന്ന ഡിവിഡൻഡും അതേപോലത്തെ എല്ലാ ഫിക്സഡ് റേറ്റിലുള്ള പേയ്മെൻറ്റ്സും ഫിക്സഡ് എമൗണ്ട് ആയിട്ട് വെച്ചിരിക്കുന്ന ഡിവിഡൻഡുകൾ, അതായത് പ്രിഫറൻസ് ഷെയർസിനുള്ള ഡിവിഡൻഡും ഇക്വിറ്റി ഷെയർസിന് ഡിവിഡൻഡ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ വേണം കൊടുക്കാനായിട്ട്. Then company in the annual general meeting may declare dividend, but no dividend shall exceed the amount recommended by the board. However, a company which could not declare dividend at an AGM meeting may do so at a subsequent general meeting. കമ്പനിയുടെ ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ വേണം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാനായിട്ട്. ബോർഡിൻ്റെ റെക്കമെൻഡേഷൻ ഇല്ലാതെ അവരുടെ പെർമിഷൻ ഇല്ലാതെ ഡിവിഡൻഡ് പേ ചെയ്യാനായിട്ടോ ഡിക്ലെയർ ചെയ്യാനായിട്ടോ പാടില്ല. അതേമാതിരി ഒരു AGM-ൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സിക്വൻറ്റ് ജനറൽ മീറ്റിങ്ങിൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യണം. Then interim dividend. A company may distribute a part of the profits before its final accounts are passed and dividends are declared in annual general meetings. Such dividends are called interim dividends. ഫൈനൽ അക്കൗണ്ട്സ് പാസ് ചെയ്ത് ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തതിന് മുമ്പ് തന്നെ വേണമെങ്കിൽ ഡിവിഡൻസ് കൊടുക്കാൻ ഫൈനൽ അക്കൗണ്ട്സ് ജനറൽ മീറ്റിങ്ങിൽ പ്രസൻറ്റ് ചെയ്തതിന് മുമ്പ് അത് പാസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വേണമെങ്കിൽ ഡിവിഡൻസ് ഡിക്ലെയർ ചെയ്യാവുന്നതാണ്. അതാണ് ഇൻട്രീം ഡിവിഡൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ സെക്ഷൻ 123 അതിൻ്റെ സെക്ഷൻ 123 സബ്സെക്ഷൻ 3 അതിൻ്റെ റെഗുലേഷൻസ്
പറയുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ്, the board of directors of a company may declare interim dividend during any financial year or at any time during the period from closure of financial year till holding the AGM out of the surplus in the profits and loss account or out of profits of the financial year in which such interim dividend is ought to be declared or out of profits generated in the financial year till quarter preceding the date of declaration of the interim dividend. ഒരു ഫിനാൻഷ്യൽ ഇയർ തീരുന്നതിന് മുമ്പ് കമ്പനി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഇൻട്രീം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാവുന്നതാണ്. ഫിനാൻഷ്യൽ ഇയർ തീർന്ന് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് അത് പാസ്സാക്കുന്നതിന് മുമ്പ് AGMന് മുമ്പ് പാസ്സാക്കുന്നതിന് മുമ്പ് തന്നെ സർപ്ലസ് ഉണ്ട്, പ്രോഫിറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്ത് സർപ്ലസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇൻട്രീം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാവുന്നതാണ്. അതേമാതിരി ഇപ്പോൾ ക്വാർട്ടർ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫസ്റ്റ് ക്വാർട്ടറിൽ ഒരു അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ട്, സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് ലോസസ് ഇല്ല, എല്ലാം കൺസിഡർ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ബാക്കി സർപ്ലസ് പ്രോഫിറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ ഇൻട്രീം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാവുന്നതാണ്. Provided that in case the company incurred loss during the financial year up to the end of the quarter immediately preceding the date of declaration of interim dividend, such interim dividend shall not be declared the rate higher than the average dividends declared by the company during immediately preceding 3 financial year. In case ഇപ്പോൾ ഒരു ക്വാർട്ടറിൽ അല്ലെങ്കിൽ ഇത് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തതിന് തൊട്ട് മുമ്പുള്ള ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ക്വാർട്ടറിൽ എങ്ങാനും ലോസ് ആണ് വരുന്നത് എന്നുണ്ടെങ്കിലും ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ അങ്ങനെ ഡിക്ലെയർ ചെയ്യുമ്പം ആവറേജ് ഡിവിഡൻഡ്, അതായത് ഇതിന് മുമ്പ് 3 വർഷം, അതായത് ഡിക്ലെയർ ചെയ്യുന്നതിന് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് 3 ഫിനാൻഷ്യൽ ഇയർ, ഇത് തൊട്ട് മുമ്പുള്ള തൊട്ട് മുമ്പുള്ള 3 ഫിനാൻഷ്യൽ ഇയറിൽ ഡിക്ലെയർ ചെയ്ത ഡിവിഡൻഡിൻ്റെ ആവറേജിനെക്കാട്ടി കൂടാൻ പാടില്ല ഇൻട്രീം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത്. The table of subsection 81 lays down the subject to section 123. The board may from time to time pay to the members such interim dividend as appear to be justified by the profits of the company. Section 123 table of subsection 81 റൂൾസ് പ്രകാരം ബോർഡിന് വേണമെങ്കിൽ ടൈം ടു ടൈം മെമ്പേഴ്സിന് ഇൻട്രീം ഡിവിഡൻഡ് ഇഷ്യൂ ചെയ്യാവുന്നതാണ്. പക്ഷേ അത് കമ്പനിയുടെ പ്രോഫിറ്റിൽ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇൻട്രീം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാവുന്നതാണ്. ഇൻട്രീം ഡിവിഡൻഡ് ലൈക്ക് ഫൈനൽ ഡിവിഡൻഡ് ഈസ് കൺസിഡേർഡ് ആസ് എ ഡെറ്റ് ഡ്യൂ. ഇൻട്രീം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ഡിവിഡൻഡ് പോലെ തന്നെ അത് ഡ്യൂ ആയിട്ടുള്ളതാണ്, അതായത് ഒരു കൊടുക്കാൻ ബാധ്യസ്ഥത വരും ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ. ഡയറക്ടേഴ്സ് ക്യാൻ റിവോക്ക് ഇറ്റ് ബൈ റെസൊല്യൂഷൻ എക്സെപ്റ്റ് അണ്ടർ സർക്കംസ്റ്റാൻസ് അണ്ടർ വിച്ച് ഫൈനൽ ഡിവിഡൻഡ് മേ ബി റിവോക്ക്. ഇൻട്രീം ഡിവിഡൻഡ് ഫൈനൽ ഡിവിഡൻഡിൻ്റെ മാതിരി റെസൊല്യൂഷൻ തോന്നുന്ന മാതിരി ഡിക്ലെയർ ചെയ്ത് റിവോക്ക് ചെയ്യാനായിട്ട് പാടില്ല. ഫൈനൽ ഡിവിഡൻഡിൻ്റെ പോലെ തന്നെയാണ് ഇൻട്രീം ഡിവിഡൻഡും റിവോക്ക് ചെയ്യാൻ പാടുള്ളൂ. എ ജനറൽ മീറ്റിംഗ് കനോട്ട് പാസ് എ റെസൊല്യൂഷൻ ഫോർ പേയ്മെൻറ്റ് ഓഫ് ഇൻട്രീം ഡിവിഡൻഡ്. ഇറ്റ് മേ റിസൈൻ ഇറ്റ് ബിഫോർ പേയ്മെൻറ്റ് ഈസ് മെയ്ഡ്. ജനറൽ മീറ്റിങ്ങിൽ ഇൻട്രീം ഡിവിഡൻഡ് പേയ്മെൻറ്റിനുള്ള റെസൊല്യൂഷൻ പാസ്സാക്കാനായിട്ട് പറ്റില്ല. പേയ്മെൻറ്റിന് മുമ്പ് ഇറ്റ് മേ റിസൈൻ ഇറ്റ് ബിഫോർ ദി പേയ്മെൻറ്റ് ഈസ് മെയ്ഡ്. പേയ്മെൻറ്റ് മുമ്പ് തന്നെ അത് ചെയ്യേണ്ടതാണ്. ദാറ്റ് പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ്, എങ്ങനെയൊക്കെയാണ് ഡിവിഡൻഡ് പേ ചെയ്യുന്നത്? നോ ഡിവിഡൻഡ് ഷാൽ ബി പെയ്ഡ് ബൈ എ കമ്പനി എക്സെപ്റ്റ് ടു ദി രജിസ്റ്റേർഡ് ഷെയർ ഹോൾഡർ ഓഫ് സച്ച് ഷെയർ ഓർ ടു ഹിസ് ഓർഡർ ഓർ ടു ഹിസ് ബാങ്കർ. ഡിവിഡൻഡ് എപ്പോഴും രജിസ്റ്റേർഡ് ഷെയർ ഹോൾഡറിൻ്റെ പേരിൽ വേണം പേയ്മെൻറ്റ് ചെയ്യാനായിട്ട്. അതേമാതിരി അയാൾക്കോ അല്ലെങ്കിൽ അയാളുടെ ഓർഡറിനനുസരിച്ചോ അല്ലെങ്കിൽ അയാളുടെ ബാങ്കറിനോ ആണ് പേ ചെയ്യേണ്ടത്. ഇഫ് ട്രാൻസ്ഫർ ഓഫ് ഷെയർ ഹാസ് നോട്ട് രജിസ്റ്റേർഡ് ഇറ്റ് ഷാൽ ട്രാൻസ്ഫർ ഡിവിഡൻഡ് ടു അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ട്. ഇൻ കേസ് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്ത് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ടിലേക്കാണ് ആ ഡിവിഡൻഡ് ട്രാൻസ്ഫർ ചെയ്യുക. The shareholder can authorize company writing to pay dividend to the transferee as mentioned in instrument of transfer. In case ഷെയറിന് ട്രാൻസ്ഫർ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫറിന് ട്രാൻസ്ഫറിയുടെ അക്കൗണ്ട് മെൻഷൻ ചെയ്തിട്ട് അയാളുടെ അക്കൗണ്ടിലേക്ക് ഡിവിഡൻഡ് പേ ചെയ്യാനായിട്ട് റൈറ്റിങ്ങിൽ കമ്പനീനെ ഓതറൈസ് ചെയ്യാനായിട്ട് സാധിക്കും. The non-dividend shall be paid except in cash or by check or by electric mode or by warrant. However, capitalization of profits or reserves of the company for the purpose of issuing fully paid bonus shares or paying up any amount for the time being unpaid on any shares held by the members of the company is not prohibited. അതായത് കമ്പനിയുടെ ഡിവിഡൻഡ് എപ്പോഴും ക്യാഷ് ആയിട്ടോ ചെക്കായിട്ടോ ഇലക്ട്രിക് മോഡിൽ അല്ലെങ്കിൽ വാറൻ്റായിട്ടോ മാത്രമേ പേ ചെയ്യാനായിട്ട് പാടുള്ളൂ. പ്രോഫിറ്റ് ക്യാപിറ്റലൈസ് ചെയ്യാനോ അല്ലാതെ കമ്പനിയുടെ റിസർവ്സിനകത്തോട്ട് മാറ്റാനോ ഫുള്ളി പെയ്ഡ് ഓഫ് ഷെയർസ് ആയിട്ട് ബോണസ് ഷെയർസ് ഫുള്ളി പെയ്ഡ് ഓഫ് ബോണസ് ഷെയർസ് ആക്കി മാറ്റാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണമെങ്കിൽ പ്രോഫിറ്റ് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇൻ കേസ് ഓഫ് ജോയിൻറ്റ് ഷെയർ ഹോൾഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ലിസ്റ്റിനകത്ത് ആരുടെ പേരാണോ ഫസ്റ്റ് വരുന്നത്
അയാളുടെ പേരിലോ അല്ലെങ്കിൽ ജോയിൻറ്റ് ഷെയർ ഹോൾഡേഴ്സ് ആരെങ്കിലും ഇൻ റൈറ്റിംഗ് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, ഇന്ന ആളുടെ അക്കൗണ്ടിലേക്ക് വേണം, ഇന്ന ആൾക്ക് വേണം ഡിവിഡൻഡ് പേ ചെയ്യാമെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ അക്കൗണ്ടിലേക്കോ ആണ് അല്ലെങ്കിൽ അവർക്കോ ആണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. The amount of dividend including interim dividend shall be deposited in a scheduled bank within 5 days of the date of declaration of such dividend by the company except a government company ഒഴിച്ച് ബാക്കി എല്ലാ കമ്പനികളും ഇൻട്രീം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തതിന് 5 ഡേയ്സിനുള്ളിൽ തന്നെ അതിനുള്ള എമൗണ്ട് ഒരു ഷെഡ്യൂൾഡ് ബാങ്കിൽ സെപ്പറേറ്റ് അക്കൗണ്ട് ഉണ്ടാക്കി അതിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. The dividend warrant or check should be deposited within 30 days. It is not an offence if the shareholder does not receive it or not within this time. ഡിവിഡൻഡ് വാറന്റ് അല്ലെങ്കിൽ ചെക്ക് 30 ഡേയ്സിനുള്ളിൽ തന്നെ അത് പോസ്റ്റ് ചെയ്യണം. 30 ഡേയ്സിനുള്ളിൽ ഷെയർ ഹോൾഡറുടെ കയ്യിൽ എത്തിയോ ഇല്ലയോ എന്നുള്ളത് പ്രശ്നമല്ല, പക്ഷേ 30 ഡേയ്സിനുള്ളിൽ പോസ്റ്റ് ചെയ്യണം. ഈ പറഞ്ഞ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് എന്തെങ്കിലും തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയിലെ എല്ലാ ഡയറക്ടറും ഡിഫോൾട്ട് വരുത്തിയിട്ടുള്ള എല്ലാ ഡയറക്ടറും 2 years വരെ ഇംപ്രിസൺമെൻറ്റ് കിട്ടും. അതേമാതിരി ഫൈൻ 1000 rupees ഓരോ ദിവസം 1000 rupees വെച്ച് ഫൈൻ വരും. അത് കണ്ടിന്യൂ ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ 18% പെർ ആനം റേറ്റ് സിമ്പിൾ ഇൻട്രസ്റ്റും വരും, പേ ചെയ്യേണ്ടതായിട്ട് വരും. ഡിഫൻസസ് എങ്ങനെ ഇതിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ ഡയറക്ടേഴ്സിന് കമ്പനിക്ക് രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങളാണ്. ഫസ്റ്റ് ദ ഡിവിഡൻഡ് കുഡ് നോട്ട് ബി പെയ്ഡ് ബൈ റീസൺ ഓഫ് ദി ഓപ്പറേഷൻ ഓഫ് എനി ലോ. എന്തെങ്കിലും നിയമപ്രകാരം എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് ഡിവിഡൻഡ് പേ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. വേറെ ഷെയർ ഹോൾഡർ ഹാസ് ഗീവൺ ഡയറക്ഷൻ ടു ദി കമ്പനി റിഗാർഡിംഗ് ദി പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ആൻഡ് ദോസ് ഡയറക്ഷൻസ് cannot be complied with and the same has been communicated to him. ഇപ്പോൾ ഡിവിഡൻഡ് പേയ്മെൻറ്റിന് എന്തെങ്കിലും പ്രത്യേകം ഡയറക്ഷൻ ഷെയർ ഹോൾഡർ പറയുകയാണ്, ആ ഡയറക്ഷൻ ഫുൾഫിൽ ചെയ്യാൻ കമ്പനിക്ക് സാധിക്കില്ല, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. വെർ ദർ ഇസ് എ ഡിസ്പ്യൂട്ട് റിഗാർഡിംഗ് ദ റൈറ്റ് ടു ഡിസീവ് ദി ഡിവിഡൻഡ് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഡിസ്പ്യൂട്ടോ പ്രശ്നങ്ങളോ നടക്കുന്നുണ്ടെങ്കിൽ ഡിവിഡൻഡ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. then where dividend has been lawfully adjusted by the company against any sum due to it. ഇപ്പം ഒരു ഷെയർ ഹോൾഡർ എന്തെങ്കിലും പേയ്മെൻറ്റ് കമ്പനിക്ക് കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ ഡിവിഡൻഡ് അതിനകത്തോട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. വേർ ഫോർ എനി അതർ റീസൺസ് ഫെയിലിയർ ടു പേ ദി ഡിവിഡൻഡ് ഓർ ടു പോസ്റ്റ് ദി വാറന്റ് വിത്തിൻ ദി സ്പെസിഫൈഡ് പീരീഡ് വാസ് നോട്ട് ഡ്യൂ ടു എനി ഡിഫോൾട്ട് ഓൺ ദി പാർട്ട് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ ഭാഗത്തുനിന്ന് വരുന്ന തെറ്റല്ലാതെ ഒരു കാരണം കൊണ്ടാണ് ഡിവിഡൻഡ് പേ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ വാറന്റ് സ്പെസിഫൈഡ് പീരീഡിനുള്ളിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റാത്തതെന്നുണ്ടെങ്കിലും കമ്പനിക്ക് അത് ലയബിളല്ല, കമ്പനി അതിന് ലയബിളല്ല. അടുത്തത് അൺപെയ്ഡ് ആൻഡ് അൺക്ലെയിംഡ് ഡിവിഡൻഡ്. അക്കോർഡിംഗ് ടു സെക്ഷൻ 124 വേർ ഡിവിഡൻഡ് ഹാസ് ബീൻ ഡിക്ലെയർഡ് ബൈ എ കമ്പനി ബട്ട് ഹാസ് നോട്ട് ബീൻ പെയ്ഡ് ഓർ ക്ലെയിംഡ് വിത്തിൻ 30 days from the date of declaration to any shareholder entitled to the payment of the dividend, the company shall within 7 days from the date of expiry of the said period of 30 days transfer the total amount of dividend which remains unpaid or unclaimed to a special account to be opened by the company in that behalf in any scheduled bank to be called unpaid dividend account. Unpaid dividend account എന്ന് വെച്ചാൽ സെക്ഷൻ 124 പ്രകാരം കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ തന്നെ ഡിവിഡൻഡ് എല്ലാം ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവും. ഇൻ കേസ് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാനോ അല്ലെങ്കിൽ ക്ലെയിം ചെയ്യാനോ ആരും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ അൺക്ലെയിംഡ് ആയിട്ടുള്ള ഡിവിഡൻഡിൻ്റെ എമൗണ്ട് വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ ആരും ക്ലെയിം ചെയ്യാൻ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരു സെപ്പറേറ്റ് ഒരു ബാങ്കിൽ സെപ്പറേറ്റ് ഒരു അക്കൗണ്ട് സ്പെഷ്യൽ അക്കൗണ്ട് ഉണ്ടാക്കിയതിന് ശേഷം അതൊരു ഷെഡ്യൂൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഒരു അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അതിനകത്തോട്ട് ഡെപ്പോസിറ്റ് ചെയ്യണം. ഇത് 7 ഡേയ്സിനുള്ളിൽ തന്നെ അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവണം. ദെൻ the company shall within a period of 90 days of making any transfer to unpaid dividend account prepare a statement containing names, their last known address and the unpaid dividend to be paid to such person and place it on the website of the company if any or any other website. In case 90 days ഇങ്ങനെ അതായത് ഡിവിഡൻഡ് ഇഷ്യൂ ചെയ്ത് 30 ഡേയ്സിനുള്ളിൽ ആരും ക്ലെയിം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനുശേഷം ഈ 30 ഡേയ്സ് കഴിഞ്ഞതിന് 7 ഡേയ്സിനുള്ളിൽ അത് അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ട് എന്നുള്ള രീതിയിൽ സ്പെഷ്യൽ അക്കൗണ്ടായിട്ട് ഫോം ചെയ്ത് ഒരു ഷെഡ്യൂൾ ബാങ്കിൽ ആ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ ചെയ്തതിന് 90 ഡേയ്സിനുള്ളിൽ ഈ ആരൊക്കെയാണോ ക്ലെയിം ചെയ്യാത്തത് ആ ക്ലെയിം അൺപെയ്ഡ് ഡിവിഡൻഡ് ക്ലെയിം ചെയ്യാത്ത എല്ലാവരുടെ പേര് അവസാനം അവർക്ക് അറിയുന്ന അവരുടെ കമ്പനിയിലുള്ള അവരുടെ അഡ്രസ്സ് എത്ര എമൗണ്ട് ആണോ പേ ചെയ്യാനുള്ളത് അൺക്ലെയിം ചെയ്തിട്ടുള്ള ഡിവിഡൻഡിൻ്റെ എമൗണ്ട് ഇതെല്ലാം കൂടി അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ലിസ്റ്റാക്കി ഫോം ചെയ്ത് കമ്പനിയുടെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവണം. ഇനി ഇതിന് എന്തെങ്കിലും ഡിഫോൾട്ട് വരുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് 12% പെർ ആനം ഇൻട്രസ്റ്റ് കമ്പനി പേ ചെയ്യേണ്ടി വരും. Any person claiming dividend shall apply to the company. All money transferred to unpaid dividend account, unpaid or unclaimed for a period of 7 years, shall be transferred to the fund established under section 125 subsection 1 Investor Education Protection Fund to be managed by administering
administrating authority of the fund, which will be issued a receipt to the company. In case ഇങ്ങനെ ഒരു ഇങ്ങനെ അക്കൗണ്ടിലോട്ട് മാറ്റി അൺക്ലെയിംഡ് ഡിവിഡൻഡ് അക്കൗണ്ടിലോട്ട് മാറ്റി എന്നിട്ട് 7 years കഴിഞ്ഞതിന് ശേഷം ആരും ആ എമൗണ്ട് ക്ലെയിം ചെയ്യാൻ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫർദർ അത് സെക്ഷൻ 125 സബ്സെക്ഷൻ 1 പ്രകാരം ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ ഫണ്ടിലോട്ട് ആ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യും. അത് കമ്പനി ആയിട്ട് ബന്ധപ്പെട്ടുള്ള കമ്പനീൻ്റെ ഉള്ളിലുള്ളൊരു ഫണ്ടല്ല, അത് ഔട്ട്സൈഡ് ആയിട്ടുള്ള ഒരു ഫണ്ടായിട്ടാണ് മാറുക. അങ്ങനെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോൾ കമ്പനിക്ക് ഒരു റെസീപ്റ്റ് കിട്ടും. Then all the shares in respect of which dividend has not been paid or claimed for 7 consecutive years or more shall be transferred to the by the company in the same of aforesaid. In case ഒരു ഷെയർ ഹോൾഡർ ഷെയർസ് ഇങ്ങനെ ഡിവിഡൻഡ് ക്ലെയിം ചെയ്യാത്ത ഷെയർസ് ഉണ്ട് കോൺസിക്യൂട്ടീവായിട്ട് 7 yearsലെന്നുണ്ടെങ്കിൽ ആ ഫുൾ ഷെയറും ഡിവിഡൻഡും എല്ലാം കൂടെ ഈ നേരത്തെ പറഞ്ഞ ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യാം. The claimant of the shares transferred above shall be entitled to claim the transfer shares from Investor Education and Protection Fund procedure and no submission of such documents. Okay. In case അങ്ങനെ ട്രാൻസ്ഫർ ചെയ്തു ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ ഫണ്ടിലോട്ട് കമ്പനി ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലെയിമെൻറ്റിന് അതായത് ആ ഷെയർസിൻ്റെ ഒറിജിനൽ ഓണറിന് അത് വേണമെന്ന് തോന്നുകയാണെങ്കിൽ അവർ പിന്നെ ഈ ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ ഫണ്ടിൽ പോയിട്ടാണ് അത് ക്ലെയിം ചെയ്യേണ്ടത്. അതിനുള്ള കുറച്ച് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്ത് അവർക്ക് വേണമെങ്കിൽ ആ ഷെയർസും ഡിവിഡൻറ്റും വാങ്ങിക്കാവുന്നതാണ്. ഈ പറഞ്ഞ മാതിരി കമ്പനീസ് ഈ പറഞ്ഞ റെഗുലേഷൻസ് കമ്പനീസ് ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 5 lakh rupees മുതൽ 25 lakh rupees വരെ ഫൈൻ വരും. അതേമാതിരി അതുമായിട്ട് ഡിഫോൾട്ട് ചെയ്തിട്ടുള്ള ഓഫീസേഴ്സിന് 1 lakh rupees മുതൽ 5 lakh rupees വരെ ഫൈൻ വരും. അടുത്തത് ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ ഫണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു അൺക്ലെയിം 7 years ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഡിവിഡൻറ്റ് ക്ലെയിം ചെയ്യാത്ത ഷെയർസും ഡിവിഡൻസും ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ ഫണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെ അപ്പം ആ ഫണ്ട് എന്താണെന്നാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. സെൻട്രൽ ഗവൺമെൻറ് സെറ്റപ്പ് ദിസ് ഫണ്ട് അണ്ടർ കമ്പനീസ് ആക്ട് 1956. The Companies Act 2013 under section 125 lays down the sources and purposes for which the fund monies can be utilized. സെൻട്രൽ ഗവൺമെൻറ് ഫണ്ട്സ് അണ്ടർ കമ്പനീസ് ആക്ട് 1956 അണ്ടറിൽ ഫോം ചെയ്തതാണ് ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ ഫണ്ട്. അതിനകത്ത് കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 125 പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് ഈ ഫണ്ടിലുള്ള ക്യാഷൊക്കെ എന്തിനാണ് യൂട്ടിലൈസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. An authority called Investor Education Protection Fund Authority administers it. Investor Education Protection Fund Authority ആണ് ഇൻവെസ്റ്റർ ഫണ്ട് ആൻഡ് എഡ്യൂക്കേഷൻ ഫണ്ട് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. അതിന് ഒരു ചെയർപേഴ്സൺ ഉണ്ട്. അതിൻ്റെ മെമ്പേഴ്സ് നോട്ട് എക്സീഡിങ് 7 ആൻഡ് CEO. 7 കൂടാതെ ഒരു CEO ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇനി ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ടിൻ്റെ സോഴ്സസ് എവിടെ നിന്നൊക്കെയാണ് അതിലോട്ട് ഫണ്ട് വരിക എന്നുള്ളത് നോക്കാം. ഫസ്റ്റ്, amount given by central government by way of grants after due appropriation made by parliament by law in his behalf for being utilized for the purpose of the fund. ഈ ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ട് എന്തൊക്കെ പർപ്പസിനാണ് യൂസ് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ് ഗ്രാൻസ് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെയുള്ള എമൗണ്ടാണ് ഒരു സോഴ്സ്. രണ്ടാമത്തത് ഡൊണേഷൻ ഗിവൻ ടു ദി ഫണ്ട്സ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, കമ്പനീസ് ഓർ എനി അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഡൊണേഷൻസ് ആയിട്ട് സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് അല്ലെങ്കിൽ അതല്ലാതെ ഏതെങ്കിലും കമ്പനീസോ ഇൻസ്റ്റിറ്റ്യൂഷൻസോ കൊടുക്കുന്ന ഡൊണേഷൻസ്. പിന്നെ നേരത്തെ പറഞ്ഞ അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ട് ഓഫ് കമ്പനീസിൻ്റെ അടുത്ത് നിന്ന് വരുന്ന അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ടിൻ്റെ എമൗണ്ട്. ദെൻ ദി എമൗണ്ട് ഇൻ ദി ജനറൽ റവന്യൂ അക്കൗണ്ട് ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് എമൗണ്ട് ലൈയിങ് ഇൻ ദി ഫണ്ട് അണ്ടർ ദി കമ്പനീസ് ആക്ട് 1956 as it stood immediately before the commencement of the Companies Act 99 and remaining unpaid or unclaimed on the commencement of this act. ഈ ഇങ്ങനെ ഒരു ആക്ട് ഒക്കെ വരുന്നതിന് മുമ്പ്, അതായത് ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ ആക്ട് വരുന്നത് അതിൻ്റെ ഇൻട്രൊഡക്ഷന് മുമ്പ് കമ്പനീസിൽ അൺക്ലെയിംഡ് ആയിട്ടും അൺപെയ്ഡ് ആയിട്ടും വരുന്ന എല്ലാ എമൗണ്ടുകളും പിന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ജനറൽ റവന്യൂ എന്നുള്ള ഫണ്ടുകളും എല്ലാം ഈ ഫണ്ടിലോട്ടാണ് പോവുക. ദി എമൗണ്ട് ലൈയിങ് ഇൻ ദി ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ ഫണ്ട് അണ്ടർ സെക്ഷൻ 205C ഓഫ് ദി കമ്പനീസ് ആക്ട് 1956 അണ്ടറിൽ വരുന്ന സെക്ഷൻ 205Cയിൽ വരുന്ന എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ ഫണ്ടിൽ വരുന്ന എല്ലാ എമൗണ്ടുകളും ഈ ഫണ്ടിലോട്ടാണ് പോവുക. ദെൻ ഇൻട്രസ്റ്റ് ഓർ അതർ ഇൻകം റിസീവ് ഔട്ട് ഓഫ് ദി ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ഫ്രം ദി ഫണ്ട്. ഈ ഫണ്ട് അങ്ങനെ വെറുതെ ഒരു അക്കൗണ്ടിൽ വെക്കുകയല്ലേ ചെയ്യുക, അത് എന്തെങ്കിലും കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പം അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന കിട്ടുന്ന റിട്ടേൺസും ഇൻട്രസ്റ്റും കാര്യങ്ങളും ഈ ഫണ്ടിനുള്ളിൽ തന്നെയാണ് വരിക. ദി എമൗണ്ട് റിസീവ്ഡ് അണ്ടർ സെക്ഷൻ 34 സബ്സ്റ്റിറ്റ്യൂഷൻ ഫോർ ദാറ്റ് ഇസ് ദി എമൗണ്ട് റിസീവ്ഡ് ത്രൂ ഡിസ്ഗോർജ്മെൻറ്റ് ഓർ ഡിസ്പോസൽ ഓഫ് സെക്യൂരിറ്റീസ്. ഇങ്ങനെ നമ്മൾ പറഞ്ഞു ഷെയർസ് അൺക്ലെയിംഡ് ആയിട്ടുള്ള ഡിവിഡൻറ്റിൻ്റെ 7 years ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അൺക്ലെയിം ചെയ്തിട്ടുള്ള ഡിവിഡൻറ്റിൻ്റെ ഷെയർസും
ഈ ഫണ്ടിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെയുള്ള സെക്യൂരിറ്റീസ് ഡിസ്പോസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ടും ഈ ഫണ്ടിൽ തന്നെയാണ് വരിക. ദ ആപ്ലിക്കേഷൻ മണി റിസീവ്ഡ് ബൈ കമ്പനീസ് ഫോർ അലോട്ട്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റീസ് ആൻഡ് ഡ്യൂ ഫോർ റീഫണ്ട്. സെക്യൂരിറ്റീസിൻ്റെ അലോട്ട്മെൻറ്റ് മണി ഇതിനകത്തോട്ട് ഈ റീഫണ്ട് ചെയ്യാതെ റീഫണ്ട് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള സെക്യൂരിറ്റീസിൻ്റെ അലോട്ട്മെൻറ്റ് മണിയെല്ലാം ഈ ഫണ്ടിനകത്തോട്ടാണ് വരിക. ബാങ്കിങ് കമ്പനീസ് ഒഴിച്ച് ബാക്കിയുള്ള കമ്പനീസിൻ്റെ മെച്യൂർഡ് ആയിട്ടുള്ള ഡെപ്പോസിറ്റ്സ്, അതായത് റീക്ലെയിം ചെയ്യാത്ത ഡെപ്പോസിറ്റ്, ആരെങ്കിലും മണി കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു പക്ഷെ അതാരും റീക്ലെയിം ചെയ്യാൻ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഡെപ്പോസിറ്റിൻ്റെ എമൗണ്ട്, അതേമാതിരി മെച്യൂർഡ് ഡിബെൻഡേറ്റീവ്സ് വിത്ത് കമ്പനീസിൻ്റെ ഡിബെൻഡേഴ്സ് ആരും റീക്ലെയിം ചെയ്യാത്തത്, അങ്ങനത്തെ ഉള്ള എമൗണ്ടുകൾ. then interest accrued on amounts referred above in G and Hൽ പറയുന്ന എമൗണ്ടിൻ്റെ ഇൻട്രസ്റ്റും അക്രൂഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ടും എല്ലാ കാര്യങ്ങളും ഇൻവെസ്റ്റ് പ്രൊട്ടക്ഷൻ എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ ഫണ്ടിലാണ് വരിക. then sales proceeds of fractional shares arising out of issuance of bonus shares, merger and amalgamation for 7 or more years. ഫ്രാക്ഷണൽ ഷെയർസ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിന് മെർജർ ആൻഡ് അമാൽഗമേഷൻ ഒക്കെ നടക്കുമ്പോൾ 7 years ആയിട്ട് മോർ ഇയേഴ്സിലുള്ള ഷെയർസ് ആണ് ഫ്രാക്ഷണൽ ഷെയർസ് എല്ലാം. അതിൻ്റെ സെയിൽ പ്രൊസീഡ്സിൽ നിന്ന് വരുന്ന എമൗണ്ടും ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ ഫണ്ടിലാണ് വരിക. റിഡംഷൻ എമൗണ്ട് ഓഫ് പ്രിഫറൻസ് ഷെയർസ് റിമൈനിങ് അൺപെയ്ഡ് ആൻഡ് അൺക്ലെയിംഡ് ഫോർ 7 or more years. 7 വർഷമോ അതിൽ കൂടുതലോ ആയിട്ട് പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യാത്ത പ്രിഫറൻസ് ഷെയർസ് ഉണ്ടെങ്കിൽ അതിൻ്റെ എമൗണ്ട് ആൻഡ് സച്ച് അതർ എമൗണ്ട് ആസ് മേ ബി പ്രിസ്ക്രൈബ്, അല്ലാതെ വേറെ ഏതെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിസ്ക്രൈബ് ചെയ്ത എമൗണ്ട്സ് ഉണ്ടെങ്കിൽ അതും ഇൻവെസ്റ്റ് പ്രൊട്ടക്ഷൻ എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ ഫണ്ടിലാണ് വരിക. then amount referred in H2J will not be part of the fund unless such amount has been remain unclaimed and unpaid for a period of 7 years from the date to become due for payment. പേയ്മെൻറ്റ് ഡ്യൂ ആയിട്ട് 7 years ആയിട്ടും അത് ക്ലെയിം ചെയ്യാൻ ആരും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് പോയിന്റ് H മുതൽ J വരെ ഉള്ളത് ഈ ഫണ്ടിൻ്റെ ഉള്ളിൽ വരുള്ളൂ. ദെൻ യൂട്ടിലൈസേഷൻ, ഈ ഫണ്ട് എന്തിനൊക്കെയാണ് യൂട്ടിലൈസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ദി റീഫണ്ട് ഇൻ റെസ്പെക്ട് ഓഫ് അൺക്ലെയിംഡ് ഡിവിഡൻസ്, മെച്യൂർഡ് ഡെപ്പോസിറ്റ്, മെച്യൂർഡ് ഡിബെഞ്ചേഴ്സ്, ആപ്ലിക്കേഷൻ മണി ഡ്യൂ ടു റീഫണ്ട്, ഇൻട്രസ്റ്റ് ദോറൺ. ഇൻ കേസ് ആരെങ്കിലും പിന്നെ വരികയാണ് ക്ലെയിം ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ ആ ക്ലെയിം ചെയ്യുമ്പോൾ റീഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എമൗണ്ട് ഉപയോഗിക്കും. ദെൻ പ്രൊമോഷൻ ഓഫ് ഇൻവെസ്റ്റേഴ്സ് എഡ്യൂക്കേഷൻ അവയർനെസ് ആൻഡ് പ്രൊട്ടക്ഷൻ, ഇൻവെസ്റ്റേഴ്സിൻ്റെ വിദ്യാഭ്യാസത്തിന് അവരുടെ അവയർനെസ്സിന് വേണ്ടി പിന്നെ അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഈ എമൗണ്ട് യൂസ് ചെയ്യാവുന്നതാണ്. ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനി ഡിസ്ചാർജ്ഡ് എമൗണ്ട് among eligible and identified applicants for shares or debentures, shareholders, debenture holders or depositors who have suffered loss due to wrong action of any person in accordance with the orders made by the court which has ordered disgorgement. എന്തെങ്കിലും ഒരു മനഃപൂർവ്വമായിട്ടുള്ള ഡിഫ്രോഡോ കാര്യങ്ങളോ എന്തെങ്കിലും നടന്നിട്ട് എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റേഴ്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി, എന്തെങ്കിലും ലോസ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ലോസ് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് അവർക്കത് ആ റോങ് റൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ കോർട്ടിന് ഓർഡർ ചെയ്യാം ഇത്ര എമൗണ്ട് കൊടുക്കണം എന്നുള്ളത്. അങ്ങനെ എമൗണ്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് ഈ ഫണ്ടിൽ നിന്നാണ് കൊടുക്കുക. ദെൻ റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് ലീഗൽ എക്സ്പെൻസസ് ഇൻക്വേർഡ് ഇൻ പെർസ്യൂയിങ് ക്ലാസ് ആക്ഷൻ സ്യൂട്ട്സ് ബൈ മെമ്പേഴ്സ്, ഡിബെഞ്ചർ ഹോൾഡേഴ്സ് ആൻഡ് ഡെപ്പോസിറ്റേഴ്സ് ആസ് മേ ബി സാങ്ഷൻ ബൈ ദി ട്രിബ്യൂണൽ. ഇപ്പം ഒരു കമ്പനിക്ക് എതിരായിട്ട് എന്തെങ്കിലും ഡിബെഞ്ചർ ഹോൾഡേഴ്സോ മെമ്പേഴ്സോ ഡെപ്പോസിറ്റേഴ്സോ ആരെങ്കിലും കേസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ക്ലാസ് ആക്ഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലീഗൽ എക്സ്പെൻസസ് വേണമെങ്കിൽ ഇതിൽ നിന്ന് റീഎംബേഴ്സ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് ട്രിബ്യൂണലിൻ്റെ ഓർഡർ സാങ്ഷൻ വേണം. ആൻഡ് എനി അതർ പേർപ്പസസ് ഇൻസിഡൻ്റൽ ദോർട്ടു. ഇനി ഈ പറഞ്ഞ ഇതിൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന എക്സ്പെൻസസുകളെല്ലാം തന്നെ ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ടിൽ നിന്ന് തന്നെയാണ് എടുക്കുക. അപ്പം അതാണ് ഡിവിഡൻറ്റ്, അൺക്ലെയിംഡ് ഡിവിഡൻറ്റ്, ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ ഫണ്ട്. അപ്പോൾ ഈ യൂണിറ്റ് കഴിഞ്ഞു. താങ്ക് യു.